ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്വേത. നമ്മൾ ഇന്ന് SSC CGL 2026 എക്സാമിനേഷനിൽ ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാനായിട്ട് പോകുന്ന ഇംഗ്ലീഷ് സെക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് സെക്ഷനിൽ ടയർ 1 50 മാർക്സ് നേടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്മാർട്ട് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. സോ നമുക്കറിയാം CGLന്റെ ടയർ 1 ലെവൽ 1 200 മാർക്സിനുള്ള ചോദ്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത് അല്ലെ. അതില് 50 മാർക്സ് ഇംഗ്ലീഷ് സെക്ഷൻ ആയിട്ട് ഉള്ളതാണ്. സോ ഇംഗ്ലീഷ് സെക്ഷനിൽ 25 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് എന്നുള്ള രീതിക്ക് 50 മാർക്സ് ആണ് നമുക്ക് ഇംഗ്ലീഷ് സെക്ഷനിൽ സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ 50 മാർക്സിൽ 45+ മാർക്സ് എങ്ങനെ നമുക്ക് നേടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം SSC CGL എക്സാമിന് 2 ലെവൽസ് ഉണ്ട് അല്ലെ, ടയർ 1ഉം ടയർ 2. അതിൽ ടയർ 1 ഇംഗ്ലീഷ് സെക്ഷന്റെ കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ 25 ചോദ്യങ്ങളാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. അതിൽ ഓരോന്നിനും 2 മാർക്ക് വീതം എന്നുള്ള രീതിക്ക് 50 മാർക്സ് ആണ് നമുക്ക് അവിടെ നേടേണ്ടതായിട്ടുള്ളത്. സോ ഇതിന് 15 മിനിറ്റ് സമയമാണ് നമുക്ക് അവിടെ അലോട്ട് ചെയ്ത് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത്തവണ സെക്ഷണൽ ടൈമർ ഉള്ളത് കൊണ്ട് തന്നെ 15 മിനിറ്റുകൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് നീങ്ങേണ്ടി വരും. ഓക്കെ, സോ 15 മിനിറ്റിൽ 25 ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തണം. 25 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 50 മാർക്സ് ആണ്. ഓക്കെ, ഇനി ഇതൊരു ക്വാളിഫയിങ് റൗണ്ട് ആണ്, ഒരു സ്ക്രീനിങ് റൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ് സോണിൽ എത്താം. ഓക്കെ, ഇനി ടയർ 2ന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരാനായിട്ട് പോകുന്നത് 45 ചോദ്യങ്ങളാണ്. ഓക്കെ, 45 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 3 മാർക്കുകൾ വീതമാണ് നമുക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത്. അങ്ങനെ 135 മാർക്സ് ആണ് നമുക്ക് ഇംഗ്ലീഷ് സെക്ഷനിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് അലോട്ട് ചെയ്ത് തരുന്ന സമയം 40 മിനിറ്റ് ആണ്. സോ ഈ ഒരു ലെവലിന്റെ നേച്ചർ എന്ന് പറയുമ്പം ആ ഒരു മെയിൻസ് ലെവലിൽ ഉള്ളതായതുകൊണ്ട് തന്നെ ആ മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ പേപ്പർ 1 വരുന്നതാണ്. സോ കമ്പൽസറി പേപ്പർ ആണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സെക്ഷൻ അല്ല ഇംഗ്ലീഷ് സെക്ഷൻ എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ടയർ 2. ഓക്കെ, ശരി. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഇംഗ്ലീഷ് എന്നുള്ളത്. ഇനി ടയർ 1 എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഇംഗ്ലീഷ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു 25 ചോദ്യങ്ങളാണ് ടയർ 1 ഇംഗ്ലീഷ് സെക്ഷനിൽ CGLന് വരാനായിട്ട് പോകുന്നത്. അതില് 5ഓളം ചോദ്യങ്ങൾ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ അവിടെ സിനണിംസ് വരും അല്ലെ, സെയിം മീനിങ്സ് വരുന്ന വാക്കുകളാണ് സിനണിംസ്. ആന്റണിംസ് വരും, ഓപ്പോസിറ്റ് മീനിങ്സ് വരുന്ന വാക്കുകളാണ് ആന്റണിംസ്. അതുപോലെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള രീതിക്കുള്ള 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എറർ സ്പോട്ടിംഗ് ആണ്. എറർ സ്പോട്ടിംഗ് എന്ന് പറയുമ്പോൾ സ്പോട്ട് ദ എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് തരും, അതിൽ എറർ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിക്കുള്ള എറർ സ്പോട്ടിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, അതുപോലെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. അങ്ങനെ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് 5 ചോദ്യങ്ങൾ വീതം എക്സ്പെക്ട് ചെയ്യാം. ലൈക്ക് വൈസ് ക്ലോസ് ടെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നും 5 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലെ, നമുക്കൊരു അൺസീൻ പാസേജ് തന്ന് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് വരുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവിടെ നമുക്ക് 5 ചോദ്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അതുപോലെ ഈഡിയംസ്, ഫ്രേസസ്, പാരജമ്പിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് 5ഓളം ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ 25 ചോദ്യങ്ങളാണ് നമുക്ക് ടയർ 1 വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇത്രയും ടോപ്പിക്സ് നമ്മളിപ്പം കണ്ടു. ഇനി ഇതിന് ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, ഏതാണ് നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുത്തി പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയണമെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ട് ഏതാണ്ട് 5 ചോദ്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പം കൃത്യമായിട്ട് നമ്മൾ പാസേജ് വായിച്ച് മനസ്സിലാക്കി ആൻസറിലോട്ട് എത്തുവാണെന്നുണ്ടെങ്കിൽ 5 ചോദ്യങ്ങളും നമുക്ക് അവിടെ ആൻസർ ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അവിടെ നമുക്ക്
കംപ്ലീറ്റ് സ്കോർ നേടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് വൈസ് ക്ലോസ് ടെസ്റ്റ് ആണ് അടുത്ത ഹൈ പ്രയോറിറ്റി ലെവലിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ക്ലോസ് ടെസ്റ്റിലും ഇതുപോലെ തന്നെയാണ്, ഒരു പാസേജ് തരും, അതിൽ 5ഓളം ബ്ലാങ്ക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ 5 ബ്ലാങ്ക്സും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ വെച്ച് ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൊഹീറന്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാസേജ് കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ ക്ലോസ് ടെസ്റ്റിലും 5ഓളം ചോദ്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നതും ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതും എറർ സ്പോട്ടിംഗ് ആണ്. ഓക്കെ, അവിടെ നമ്മൾക്ക് 5ഓളം ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, വേരീസ്. ഓക്കെ, 3, 4, 5 എന്നുള്ള രീതിക്ക് വേരിയേഷൻ വരുന്ന രീതിക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അവിടെ ഗ്രാമർ അക്യുറസി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഗ്രാമർ റൂൾസിൽ കൃത്യമായിട്ടുള്ള അവഗാഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എറർ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, now comes medium priority topics. Okay, so medium priority പെടുത്തുന്നത് സിനണിംസ്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അവിടെ നിന്ന് നമ്മൾ ഏതാണ്ട് 5ഓളം ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലൈക്ക് വൈസ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, അതിൽ എറർ സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അതുപോലെ തന്നിരിക്കുന്ന ഒരു സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഭാഗം മാറ്റി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏത് ചൂസ് ചെയ്താലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെന്റൻസ് വരിക എന്നുള്ള ടൈപ്പ് ഓഫ് ചോദ്യം വരും. ഓക്കെ, അപ്പൊ സെന്റൻസ് ഇംപ്രൂവ്മെന്റും സിനണിംസും ആന്റണിംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ഏരിയാസ് ആണ്. ഓക്കെ, അപ്പൊ ഹൈ പ്രയോറിറ്റിയും മീഡിയം പ്രയോറിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അധികം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ളത് തന്നെയാണ് ഈ 2 ഭാഗങ്ങളിൽ വരുന്ന ടോപ്പിക്സും. ഇനിയുള്ളത് പാരജമ്പിൾസും അതുപോലെ ഈഡിയംസ് ആൻഡ് ഫ്രേസസും ആണ്. ഓക്കെ, പാരജമ്പിൾസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാൽ ട്രിക്കി ആയിരിക്കും അറ്റ് ടൈംസ്. ചിലപ്പോൾ നമുക്ക് ആ ഒരു മാൻഡേറ്ററി പെയർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സമയം ഒത്തിരി പോവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പാരജമ്പിൾസ് വളരെ സ്മാർട്ട് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ഈഡിയംസ് ആൻഡ് ഫ്രേസസും. ഓക്കെ, ലൈക്ക് ഈഡിയംസിന്റെ കേസിൽ അതിന്റെ ലിറ്ററൽ മീനിങ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ മീനിങ്. ഓക്കെ, അപ്പൊ പാറ്റേൺ ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ഭാഗമാണ് ഈഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പം പാരജമ്പിൾസും ഈഡിയംസ് ആൻഡ് ഫ്രേസസും വളരെ സ്മാർട്ട് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 30 ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 45+ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു സെക്ഷനും ഇതുപോലെ നമുക്കൊരു 30 ദിവസത്തെ ഫോക്കസ്ഡ് പ്രിപ്പറേഷനോട് കൂടിയിട്ട് 45+ നേടാനായിട്ട് സാധിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഈസി ടു ക്രാക്ക് ഇംഗ്ലീഷ് സെക്ഷൻ പ്രൊവൈഡഡ് we need to have a smart strategy for that. Okay, അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട 5 ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സും അവ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു പാസേജ് തരും, അൺസീൻ പാസേജ് ആയിരിക്കും. ആ പാസേജ് നമ്മൾ വായിക്കുന്നു അല്ലെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ ഉത്തരം എഴുതുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്യാറുള്ളത് അല്ലെ. പക്ഷെ ഈ ഒരു അപ്രോച്ച് അല്ല നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, വാട്ട് വി നീഡ് ടു ഡു ഇസ് ദാറ്റ് വി നീഡ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ഓക്കെ, പാസേജ് വായിക്കുന്നതിന് മുന്നായിട്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ വായിക്കണം. Okay, so scan all 5 questions before reading the passage. Okay, know what you're hunting for. Okay, അപ്പൊ അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് പാസേജിൽ നോക്കി വെക്കേണ്ടതായിട്ടുള്ളത്, ഏതൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെയോ we need to skim and locate the answer. ഓക്കെ, അപ്പം ഒരിക്കലും ആ ഒരു പാസേജ് വായിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ള ആ ഒരു അപ്രോച്ചിലോട്ട് പോവാതിരിക്കുക. ആദ്യം അതൊന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. ഓക്കെ, ടോപ്പിക് സെന്റൻസസ് കണ്ടെത്തുന്നതിനായിട്ട് ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യുക ആദ്യം. ഓക്കെ, എന്നിട്ട് പിന്നീട് സ്കാനിങ്ങിലോട്ട് പോവാം. ഓക്കെ, സോ we can go back to exact lines and find out the answer. Okay, പിന്നെയോ we need to mark keywords. Okay, keywords മാർക്ക് ചെയ്യുക.
ഓക്കെ, ഇപ്പൊ നെയിംസോ ഡേറ്റ്സോ നമ്പേഴ്സോ ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന പാസേജിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ലൈക്ക് അണ്ടർലൈൻ ചെയ്യാം. ലൈക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് അണ്ടർലൈനിങ് പോസിബിൾ ആയിരിക്കില്ല. സോ അതൊന്ന് നോട്ട് ചെയ്തിടുക, നമ്മുടെ മനസ്സിൽ ഒന്ന് നോട്ട് ചെയ്തിടുക. ഇവിടെ ഇന്ന നെയിംസ് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, ഡേറ്റ്സ് ഇന്നതൊക്കെയാ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഒന്ന് കുറിച്ചിടുക. ഓക്കെ, പിന്നെയോ എലിമിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, SSCയുടെ റീഡിംഗ് കോംപ്രഹെൻഷൻസ് സാധാരണ ട്രിക്കി ആയിട്ടുള്ള റീഡിംഗ് കോംപ്രഹെൻഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലോട്ട് എത്തുന്ന സമയത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിക്കും ലൈക്ക് ആൻസർ ആയിട്ട് വരില്ല എന്ന് തോന്നുന്ന ഏതാനും ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് നമ്മളൊന്ന് മാറ്റി വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ ഒരു ഓപ്ഷൻസ് നാരോ ഡൗൺ ചെയ്യുക, എന്നിട്ട് അതിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യും. ഓക്കെ, ലൈക്ക് വൈസ് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ചില വാക്കുകൾ നമുക്ക് പാസേജ് വായിക്കുന്ന സമയത്ത് അതിന്റെ മീനിങ് അറിയാത്തതുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കി കോണ്ടെക്സ്റ്റുവൽ മീനിങ് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ വേർഡിന്റെ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ വൈൽഡ് ഗസ്സിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഫോളോ ചെയ്യേണ്ടത്. ഒരിക്കലും ഗസ് ചെയ്യാതിരിക്കുക. ഗസ് ചെയ്യുവാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗസ് നടത്തുക. ഓക്കെ, ഇത്തരത്തിൽ ലൈക്ക് റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, ഓക്കെ, അതുപോലെ ലൈക്ക് ടോപ്പിക് സെന്റൻസസ് സ്കിം ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ച് പാസേജിലോട്ട് പോയിക്കൊണ്ട് കോണ്ടെക്സ്റ്റുവൽ മീനിങ് ഓഫ് വേർഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത് എന്താണ്? 5 out of 5 ആണ് അല്ലെ. 5 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അവിടുത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 5 ചോദ്യങ്ങൾക്ക് നമ്മൾ അവിടെ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്ന സമയത്ത് we are going to score 10 marks അല്ലെ. ഒരു ക്വസ്റ്റ്യന് അവിടെ 2 മാർക്സ് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ 10 മാർക്സ് ആണ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഏതാനും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ഇറ്റ് ഈസ് റീഡിംഗ് ഫുൾ പാസേജ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ചോദ്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ പാസേജിലോട്ട് പോകാനായിട്ട്. ഓക്കെ, ആദ്യം നമ്മൾ പാസേജ് വായിച്ചിട്ട് ചോദ്യത്തിലോട്ട് പോവാം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാസേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി സമയം നഷ്ടമാവും. ഓക്കെ, ദെൻ സ്പെൻഡിങ് 8+ minutes ഓൺ RC. ഓക്കെ, ഈ 8 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അതിൽ 8 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ സമയം ചിലവഴിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വെൻ ഇറ്റ് കംസ് ടു ടയർ 2. ഓക്കെ, ടയർ 2ന്റെ കേസാണ് ഈ പറയുന്നത്. അപ്പൊ ടയർ 1 സമയത്തോ നമുക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത് മൊത്തം ഇംഗ്ലീഷ് സെക്ഷന് 15 മിനിറ്റ്സ് ആണ് അല്ലെ. അപ്പം റീഡിംഗ് കോംപ്രഹെൻഷൻ നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് we must not spend more than 4 minutes over there. Okay, 4 മിനിറ്റ് മാക്സിമം ആണ്. Okay, within 3 to 4 minutes, we must be able to complete reading comprehension when it comes to tier 1. Okay. അതുപോലെ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് വേർഡ്സിന്റെ മീനിങ്സ് ഉണ്ടല്ലോ, അത് ഒരിക്കലും നമ്മൾ ഗസ് ചെയ്യരുത്. ഓക്കെ, കോണ്ടെക്സ്റ്റുവൽ മീനിങ് എടുത്തുകൊണ്ട് വേണം നമ്മൾ അതിന്റെ മീനിങ് ലൈക്ക് കൺസിഡർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈവൻ ഗസ് ചെയ്യാനായിട്ട്. കോണ്ടെക്സ്റ്റുവൽ മീനിങ് അതില്ലാതെ വൈൽഡ് ഗസ് നടത്താതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രീം ഓപ്ഷൻസ് ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷൻ ഇങ്ങനെ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. Is that clear? Right. Okay. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് വെൻ ഇറ്റ് കംസ് ടു SSC ഇംഗ്ലീഷ്. ഓക്കെ, എന്തുകൊണ്ടാണെന്നാൽ എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവട്ടെ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവട്ടെ, അവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഗ്രാമറിലുള്ള ആ ഒരു ഫൗണ്ടേഷൻ ആണ്, ആ ഒരു അവഗാഹമാണ്. ഓക്കെ, അപ്പൊ ഗ്രാമർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചുകൂടാതെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട, അല്ലെങ്കിൽ തീർച്ചയായിട്ടും റിവൈസ് ചെയ്യേണ്ട, പഠിച്ചിരിക്കേണ്ട, ഫൗണ്ടേഷൻ ക്ലിയർ ആക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ പറയുന്നു. ആദ്യത്തേത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് അഥവാ കൺകോർഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് വരണം അല്ലെ. കളക്റ്റീവ് നൗൺസ് വരുമ്പം അവിടെ എന്ത് റൂളാ വരുന്നേ അല്ലെ, നൺ, ഈച്ച്, എവ്രി ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ വരുന്ന സമയത്ത് എത്തരത്തിലുള്ള വേർബ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതുപോലെ
ടെൻസ് ആൻഡ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള റൂൾസും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കറിയാം ബ്രോഡ്ലി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ടെൻസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം അല്ലെ. അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിന്റെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, അതുപോലെ ലൈക് പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആക്റ്റീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പാസീവിൽ നിന്ന് ആക്റ്റീവിലോട്ട് എങ്ങനെയാക്കാം, ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് എങ്ങനെയാക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പിന്നെ വരുന്നത് പ്രപ്പോസിഷൻസ് ആണ്. ഓക്കെ, പ്രപ്പോസിഷൻസിൽ നമുക്കറിയാം ഫിക്സ്ഡ് പ്രപ്പോസിഷൻസ് ഉണ്ട് അല്ലെ. ചില വാക്കുകളുടെ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രപ്പോസിഷൻസ് മാത്രമേ വരാറുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? ഡിഫർ എന്നുള്ള വാക്കിന്റെ കൂടെ ഫ്രം ആണ് വരിക, കംപ്ലൈ എന്നുള്ള വാക്കിന്റെ കൂടെ വിത്ത് ആണ് വരിക, കൺസിസ്റ്റ് എന്നുള്ള വാക്കിന്റെ കൂടെ ഓഫ് ആണ് വരിക. അപ്പൊ ഇത്തരത്തിലുള്ള ഫിക്സ്ഡ് പ്രപ്പോസിഷൻ യൂസേജ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ യു നീഡ് ടു ലേൺ അറ്റ്ലീസ്റ്റ് 50 കോമൺ വൺസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾസിന്റെ യൂസേജ്. ഓക്കെ, നമുക്കറിയാം എയും ആനും ദായും ഒക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയുമായിരിക്കും. പക്ഷേ 0 ആർട്ടിക്കിൾസ് വരുന്ന കേസസ് ഉണ്ട്. ഓക്കെ, എവിടെയൊക്കെ ആർട്ടിക്കിൾസ് ഒഴിവാക്കണം എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അതുപോലെ എബ്രീവിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ കൂടെ എത്തരത്തിലുള്ള ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണം. ഓക്കെ, സോ ആർട്ടിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും നമ്മൾ കൃത്യമായി പഠിക്കണം. ഓക്കെ, ഇനി മോഡിഫയേഴ്സും പാരലലിസവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ ലൈക്ക് തെറ്റിക്കുന്ന ഭാഗമാണ് ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് ഈ മോഡിഫയേഴ്സ് ആൻഡ് പാരലലിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പൊ ഡാംഗ്ലിംഗ് മോഡിഫയേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയണം, ഫോൾട്ടി പാരലലിസത്തിനെ കുറിച്ച് നമുക്ക് അറിയണം. ഓക്കെ, പാരലലിസം എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, അത് എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ടാറ്റുവിന്റെ കേസിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാറ്റ് 1-ൽ ചോദിച്ചില്ലെങ്കിൽ കൂടി ടാറ്റ് 2-ൽ ഉറപ്പായും ചോദിക്കുന്ന ഒന്നാണ് ഈ ഒരു മോഡിഫയേഴ്സ് അല്ലെങ്കിൽ പാരലലിസം റിലേറ്റഡ് ആയിട്ടുള്ള എറർ സ്പോട്ടിംഗ്. ഓക്കെ, റൈറ്റ്. പിന്നെ ഉള്ളത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. സോ എങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നത്, അതുപോലെ ടെൻസിൽ വരുന്ന, പ്രൊനൗൺസിൽ വരുന്ന, ടൈം ഫ്രേസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇപ്പൊ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആദ്യം ഏത് തരത്തിലുള്ള എറർ ആണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ശരിയായിട്ടുള്ള ആൻസറിലോട്ട് എത്തണം. ഒരിക്കലും നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഗസ് ചെയ്യാനായിട്ട് പാടില്ല. നോ വൈൽഡ് ഗസ് അറ്റ് ഓൾ. ഓക്കെ, ഇപ്പൊ ഗ്രാമർ റൂൾസ് തറുവാക്കി വെക്കുക. ഓക്കെ, റൈറ്റ്. ഇനിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് വൊക്കാബുലറി ആണ്. ഓക്കെ, അപ്പം സ്ട്രോങ് വൊക്കാബുലറി ഈസ് യുവർ പ്ലസ് പോയിന്റ് ആക്ച്വലി. ഓക്കെ, അപ്പൊ എല്ലാവരും പറയുമല്ലേ വൊക്കാബുലറി സ്ട്രോങ് ആയിരിക്കണം, എന്നാലേ നമുക്ക് സിനണിംസും ആന്റണിംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെ നമുക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യണം എന്നുള്ളത് ആരും അധികം പറഞ്ഞു കാണില്ല. ഇസ്ന്റ് ഇറ്റ്? സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് വൊക്കാബുലറി സ്ട്രാറ്റജിക്കലി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൂട്ട് വേർഡ് മെത്തേഡ് ആണ്. ഓക്കെ, റൂട്ട് വേർഡ് മെത്തേഡ് വഴി നമുക്ക് വൊക്കാബുലറി എളുപ്പത്തിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ലാറ്റിൻ അതുപോലെ ഗ്രീക്ക് റൂട്ട്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ബെനെ എന്ന് പറയുന്ന ഒരു റൂട്ട്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ് എന്നുള്ളതാണ്. മാൽ എന്ന് പറഞ്ഞാൽ ബാഡ് എന്നുള്ളതാണ്. പോട്ട് എന്ന് പറഞ്ഞാൽ ക്യാരി എന്നുള്ളതാണ്. അപ്പൊ ബെനെ എന്നുള്ള ഒറ്റൊരു വാക്ക് പഠിക്കുന്ന സമയത്ത് ബെനവലന്റ് എന്നുള്ള വാക്ക്, ബെനിഫിറ്റ് എന്നുള്ള വാക്ക്, ബെനിഫിഷ്യൽ എന്നുള്ള വാക്ക് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള 10ഓളം വാക്കുകളുടെ മീനിങ്സ് ആണ് നമ്മൾ അവിടെ അൺലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബെനി എന്നുള്ള വാക്ക് വരുമ്പം അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് വരുന്ന ഒന്നാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വേണം നമ്മൾ വൊക്കാബുലറി ബിൽഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ previous year word list when it comes to SSC exams, it is very important. Okay, SSC ഒരു 5-year frequency എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ 5-year frequency എടുക്കുകയാണെങ്കിൽ SSC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSC വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഏതാനും വേർഡ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 60% വൊക്കാബുലറി SSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ 500 വേർഡ്സ് നിങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങളിലായി
നടന്ന SSC CGLന്റെ ടയർ 1 ടയർ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കുക. അതിൽ ചോദിച്ചിരിക്കുന്ന 500ഓളം വാക്കുകളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അത് നിങ്ങളുടെ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിനായിട്ട് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് is one important point. Okay, right. Now comes active revision cycle. That is very, very important. See, നമ്മൾ ഇന്നൊരു പുതിയ വാക്ക് പഠിക്കുന്നു. ഓക്കെ, 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വാക്കിന്റെ മീനിങ് ഓർത്ത് വെക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരേ സമയം നമ്മൾ 10ഓ അല്ലെങ്കിൽ അതിലധികമോ വാക്കുകൾ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നമുക്കത് റീറ്റെൻ ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ റിവിഷൻ മാറ്റേഴ്സ്. വെറും റിവിഷൻ മതിയോ? പോരാ. വി നീഡ് ആക്റ്റീവ് റിവിഷൻ, അല്ലെ? സോ ഒരു ദിവസം 20 വാക്കുകൾ എന്നുള്ള രീതിക്ക് പഠിക്കുക. ഓക്കെ, ഡേ 3, ഡേ 7, ഡേ 15 എന്നിങ്ങനെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്ന് പഠിച്ച വാക്ക് 3ാമത്തെ ദിവസം, പിന്നെ 7ാമത്തെ ദിവസം, പിന്നെ 15ാമത്തെ ദിവസം, ഇങ്ങനെ ഈ ഒരു സൈക്കിളിൽ നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ വഴി നമുക്ക് ആ ഒരു പെർമനന്റ് മെമ്മറി നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ വാക്കുകളെ നമുക്ക് ഓർത്തു വെക്കാനായിട്ട്, അതിന്റെ മീനിങ്സ് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. സോ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ മാറ്റേഴ്സ്. ഓക്കെ, അതുപോലെ കോണ്ടെക്സ്റ്റുവൽ മീനിങ്, വേർഡ്സിന്റെ കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡെഫിനിഷൻസ് മഗ് ചെയ്യരുത്. ഓക്കെ, മഗ്ഗിങ് അപ്പ് ഡെഫിനിഷൻസ് വോണ്ട് വർക്ക് അറ്റ് ഓൾ. ഓക്കെ, നിങ്ങൾ ഒരു വാക്ക് പറയുന്നു, ആ വാക്കിന്റെ മീനിങ് ഇതാണ് എന്ന് 10 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു പഠിക്കുന്നു. ഓക്കെ, അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്നു, മഗപ്പ് ചെയ്യുന്നു. അതൊരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എക്സാമിന്. ഓക്കെ, സോ റീഡ് സെന്റൻസസ് യൂസിങ് ദ വേർഡ്. ഓക്കെ, ആ വേർഡ് വരുന്ന സെന്റൻസസ് വീണ്ടും വീണ്ടും വായിക്കുക. അതിന്റെ ടോൺ, ആ വേർഡിന്റെ ടോൺ മനസ്സിലാക്കുക. അത് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ, അങ്ങനെ നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷത്തെ SSC CGL എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനണിംസിൽ ഏതാണ്ട് 8 മുതൽ 10ഓളം ചോദ്യങ്ങളും, ആന്റണിംസിൽ 5 മുതൽ 7ഓളം ചോദ്യങ്ങളും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 3 മുതൽ 5ഓളം ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സെയിം തിങ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മുടെ വേർഡ് ബാങ്കിന്റെ ടാർഗറ്റ് എന്തായിരിക്കണം? 500 PYQ വേർഡ്സ്. ഓക്കെ, അത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് നിങ്ങൾ 500 വേർഡ്സ് ഐഡന്റിഫൈ ചെയ്ത് അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് അതിന് സമയമില്ലെങ്കിൽ we are with you. ഓക്കെ, നമ്മൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ you can go through the video and learn the words. Okay, അതുപോലെ 100ഓളം റൂട്ട് വേർഡ്സ് പഠിക്കുക, 50ഓളം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ 30 ദിവസം കൊണ്ട് ഒരു ദിവസം നിങ്ങൾ 20 വാക്കുകൾ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 600ഓളം വാക്കുകളാണ് നമ്മൾ അവിടെ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതുപോലെ ഓരോ 3 ദിവസം കൂടുമ്പോഴും നമ്മളത് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ 600 വാക്കുകളും മനസ്സിൽ നിർത്തി അത് എക്സാം ടൈമിൽ പുറത്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് വൊക്കാബുലറി ബിൽഡിങ്ങിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി. ഈസ് ഇറ്റ് ക്ലിയർ? റൈറ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോസ് ടെസ്റ്റ് ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാമിൽ ഒരു ഗെയിം ചേഞ്ചർ ടോപ്പിക് എന്നുള്ള രീതിക്ക് നമുക്ക് ക്ലോസ് ടെസ്റ്റിനെ കാണാം. ഇപ്പൊ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, 5 ബ്ലാങ്ക്സ് ആണ് ഉണ്ടാവുക അല്ലെ. ഓരോ ബ്ലാങ്കും ടെസ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും? നമ്മുടെ വൊക്കാബുലറി പ്ലസ് ഗ്രാമർ പ്ലസ് കോണ്ടെക്സ്റ്റുവൽ അവയർനെസ്. ഓക്കെ, ഇത് 3ഉം ഒരുമിച്ച് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്ലാങ്ക്സ് ആയിരിക്കും നമുക്ക് ക്ലോസ് ടെസ്റ്റിൽ വരിക. സോ ഓരോ ബ്ലാങ്കിനും 2 മാർക്ക് വീതമാണ് ടയർ 1 വരാനായിട്ട് പോകുന്നത് അല്ലെ. സോ ഇറ്റ് ഇസ് എ സ്കോറിംഗ് ഹൈ സ്കോറിംഗ് സബ്ജക്ട്. ഓക്കെ, ഐ മീൻ ഹൈ സ്കോറിംഗ് ടോപ്പിക്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലോസ് ടെസ്റ്റ് ലൈക്ക് ക്രാക്ക് ചെയ്യുന്നതിനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു 3 സ്റ്റെപ്പ് ഉള്ള മെത്തേഡ് ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ദ ഹോൾ പാസേജ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫിൽ ചെയ്യുന്നതിന് മുന്നായിട്ട്, ഓരോ ഗ്യാപ്സും ഫിൽ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പാസേജ് മുഴുവനായിട്ടും വായിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വായിക്കുന്ന സമയത്ത് ആ ഒരു പാസേജിന്റെ സെൻട്രൽ തീം എന്താണ്, അതിന്റെ ടോൺ എന്താണ്, അത് ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതുവഴി നമുക്ക് ആ ഒരു റോങ് ടോണിൽ വരുന്ന ചോയ്സസ് എലിമിനേറ്റ് ചെയ്യാനും ചോയ്സസിന് നാരോ ഡൗൺ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് ഫിൽ ഈസി ബ്ലാങ്ക്സ് ഫസ്റ്റ്. ഓക്കെ, അപ്പം ഈസി ആയിട്ടുള്ള ബ്ലാങ്ക്സ് ആദ്യം ഫിൽ ചെയ്ത് പോവാം. ഓക്കെ, യൂസിങ് ഗ്രാമർ ക്ലൂസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സെന്റൻസ് തന്നിരിക്കുന്നത് നോക്കുന്നു, അതിലെ ബ്ലാങ്ക് കാണുന്നു, ആ ബ്ലാങ്കിന് മുന്നേ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ആ ബ്ലാങ്കിൽ വരാനായിട്ട് പോകുന്ന ഒന്നുകിൽ നൗൺ ആയിരിക്കും അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് അല്ലെ. ഇനി പ്രപ്പോസിഷൻ ആണ് ഒരു സെന്റൻസിൽ വന്നിരിക്കുന്നത്. ഒരു പ്രപ്പോസിഷന് ശേഷമാണ് ബ്ലാങ്കിന് ശേഷമാണ് പ്രപ്പോസിഷൻ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാം, ഓക്കെ, അവിടെ ആ ബ്ലാങ്കിൽ വരാനായിട്ട് പോകുന്നത് വേർബ് തന്നെയായിരിക്കും എന്നുള്ളത് അല്ലെ. സോ ഇത്തരത്തില് ഗ്രാമർ ക്ലൂസ് യൂസ് ചെയ്തുകൊണ്ട് എളുപ്പത്തില് ഫിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ബ്ലാങ്ക്സ് ആദ്യം തന്നെ ഫിൽ ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? യൂസ് എലിമിനേഷൻ ഫോർ റിമൈനിങ് ബ്ലാങ്ക്സ്. ഓക്കെ, ബാക്കിയുള്ള ബ്ലാങ്ക്സ് എലിമിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഫിൽ ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓരോന്നും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ആ ഓരോ ഓപ്ഷൻസും വെച്ച് ആ ഫുൾ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ റോങ് ടോണിൽ വരുന്ന ഒരു ലൈക്ക് വേർഡ് ആണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക, റോങ് ഗ്രാമറിൽ വരുന്ന ഒന്നാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസറിലോട്ട് എത്തുക. ഓക്കെ, അപ്പൊ ഈ 3 സ്റ്റെപ്സ് ആണ് ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 2 ചോയ്സസ്. ഓക്കെ, അതിനിടയിൽ നമ്മൾ സ്റ്റക്ക് ആയി പോയി. ഓക്കെ, നമുക്ക് അറിയുന്നില്ല അതിൽ ഏത് ലൈക്ക് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, രണ്ടും ഒരുപോലെ ഉണ്ട്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? വി നീഡ് ടു ഓൾവേസ് പിക്ക് ദ വേർഡ് വിത്ത് ദ റൈറ്റ് ടോൺ ഓഫ് ദ പാസേജ്. ഓക്കെ, മീനിങ് അല്ല അപ്പൊ നമ്മൾ അവിടെ നോക്കേണ്ടത്, ആ പാസേജിന് കൃത്യമായിട്ടുള്ള ടോൺ കൊടുക്കുന്ന ആ ഒരു വേർഡ് ഏതാണ് എന്ന് നോക്കി വേണം നമ്മൾ അവിടെ ലൈക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ മീനിങ്ങിനല്ല അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ടോണിനാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലോട്ട് പോകുന്നു. ഈഡിയംസും ഫ്രേസസും പാരജമ്പിൾസും ആണ്. ഓക്കെ, അപ്പൊ ഈഡിയംസ് ആൻഡ് ഫ്രേസസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് SSC നമ്മൾ പറഞ്ഞു ഒരു 200 മുതൽ 300ഓളം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈഡിയംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. 200 മുതൽ 300ഓളം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈഡിയംസ് ആണ് SSC യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു SSC സ്പെസിഫിക് വേർഡ് ലിസ്റ്റ് നമ്മൾ പഠിക്കുക, അല്ലാതെ ജനറൽ ആയിട്ടുള്ള ബുക്സ് പഠിച്ച് നമുക്ക് ഈഡിയംസ് ആൻഡ് ഫ്രേസസ് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. അതിനേക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ SSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഈഡിയംസ് ആദ്യം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ പഠിക്കാം അല്ലെ? വി നീഡ് ടു നോ ദ പാറ്റേൺ അല്ലെ. അപ്പൊ A ഇഡിയംസ്, B ഇഡിയംസ് എന്നുള്ള രീതിക്ക് നിങ്ങൾ ഒരു ക്ലസ്റ്റർ രൂപത്തില്, ആൽഫബറ്റ് ക്ലസ്റ്റർ രൂപത്തില് ലൈക്ക് ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിച്ചു പോവുക. ഓക്കെ, A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇഡിയംസ്, a blessing in disguise, a fish out of water. അങ്ങനെ ആൽഫബറ്റ് ക്ലസ്റ്റേഴ്സിൽ നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്കത് എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിന്റെ കേസിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എലിമിനേഷൻ മെത്തേഡ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് തരുന്ന സമയത്ത്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് തരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു ഒബ്വിയസ് റോങ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും, ഒരു ടെംപ്റ്റിംഗ് റോങ് എന്നുള്ള ഓപ്ഷനും ഉണ്ടാവും. ഓക്കെ, ഒരു ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്താണോ അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഇത് തന്നെയായിരിക്കും ആൻസർ. ആക്ച്വലി അങ്ങനെയല്ല. ഇഡിയംസ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ലിറ്ററൽ മീനിങ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് ഫിഗറേറ്റീവ് മീനിങ്. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്ത് വേണം, തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് വേണം നമ്മൾ ശരിയായിട്ടുള്ള ഓപ്ഷനിലോട്ട് എത്താനായിട്ട്. ഓക്കെ, ഇനി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ 10 ഇഡിയംസ് എങ്കിലും പഠിച്ചിരിക്കണം. അങ്ങനെ 30 ദിവസം നമ്മൾ പഠിക്കുവാണെങ്കിൽ 300 ഇഡിയംസ് ആണ് നമ്മൾ അവിടെ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ഈ ഇഡിയംസ് ഒക്കെ പഠിച്ചെടുക്കുന്ന ഓരോ ഇഡിയംസും ആഴ്ചാവസാനം വരുന്ന സമയത്ത് നമ്മൾ റിവൈസ് ചെയ്യണം. ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ മനസ്സിലോട്ട്, മെമ്മറിയിലോട്ട് ഇത് ഫീഡ് ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ, ഇനി എക്സാമിന് പോകുന്ന സമയത്ത് ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇഡിയംസിനെ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് വി നീഡ് ടു ചൂസ് ഓൾവേസ് ഫിഗറേറ്റീവ് മീനിങ്. ഓക്കെ, അപ്പം മനസ്സിലാക്കുക ഇഡിയംസിന്റെ ലിറ്ററൽ മീനിങ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ മീനിങ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് പാരജമ്പിൾസിന്റെ കാര്യം നോക്കാം.
സോ വെൻ ഇറ്റ് കംസ് ടു പാരജമ്പിൾസ്, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ആ പാരജമ്പിളിന്റെ ആദ്യത്തെ സെന്റൻസ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒരു ടോപ്പിക്, ഒരു പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആയിരിക്കും മിക്കവാറും എല്ലാ പാരജമ്പിൾസിന്റെയും ഓപ്പണിംഗ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ലിങ്ക് സെന്റൻസസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ പ്രൊനൗൺസിന്റെ യൂസേജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പ്രൊനൗൺസ് ഒരിക്കലും ആദ്യത്തെ സെന്റൻസ് ആയിട്ട് വരില്ല. പ്രൊനൗൺസ് യൂസ് ചെയ്ത സെന്റൻസ് ഒരിക്കലും ആദ്യത്തെ സെന്റൻസ് ആവില്ല. പ്രൊനൗൺസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നൗൺ അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടാവണം. അപ്പൊ ആ ഒരു സെന്റൻസ് കണ്ടുപിടിക്കുക, അങ്ങനെ ലിങ്ക് ചെയ്യുക സെന്റൻസസ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ കണക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, തന്നിരിക്കുന്ന സെന്റൻസസിൽ കണക്ടേഴ്സ് ഉണ്ടെങ്കിൽ ലൈക്ക് however, therefore, furthermore, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കണക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നുകിൽ ഒരു സപ്പോർട്ടിംഗ് സെന്റൻസ് അതിന് മുന്നേ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റിംഗ് സെന്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഒന്നുകിൽ ഒരു സപ്പോർട്ടിംഗ് സെന്റൻസിനെ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് സെന്റൻസിനെ ഫോളോ ചെയ്യുന്ന രീതിക്ക് കണക്ടേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് അവിടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ ക്ലോസിംഗ് സെന്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. thus, finally, in conclusion, as a result, ഇങ്ങനെയൊക്കെയുള്ള യൂസേജസ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസസിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് ക്ലോസിംഗ് സെന്റൻസ് ആയിരിക്കും. ഓക്കെ, ഇനി പാരജമ്പിൾസിന്റെ കേസിൽ especially when it comes to tier 1 of SSC CGL, spend maximum 2 to 3 minutes. Okay, not more than that. 2-3 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ പാരജമ്പിൾസിലെ സമയം കളയരുത്. ഓക്കെ, if you are unsure after 90 seconds, just move on. ഓക്കെ, സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഒരുപാട് സമയം ഒരിക്കലും പാരജമ്പിൾസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്സാം ഹാളിലോട്ട് പോകുന്ന സമയത്ത്, ടയർ 1 അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യണം വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് സെക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ടയർ 1 15 മിനിറ്റ് ആണ് ഇംഗ്ലീഷിനായിട്ട് തന്നിട്ടുള്ളത് അല്ലെ. അതില് റീഡിംഗ് കോംപ്രഹെൻഷന് നിങ്ങൾ കൊടുക്കേണ്ടത് ഏതാണ്ട് 4 മിനിറ്റോളമാണ്. ഓക്കെ, 4 മിനിറ്റ് മാക്സിമം ആണ്. ഓക്കെ, എറർ സ്പോട്ടിങ്ങിനും ക്ലോസ് ടെസ്റ്റിനും 3 മിനിറ്റുകൾ വീതം എടുക്കാം. വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 മിനിറ്റിൽ ക്രാക്ക് ചെയ്യുന്നത് പോലെ ചെയ്യുക. പാരജമ്പിൾസും ഇഡിയംസും കൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഏതാണ്ട് മാക്സിമം 3 മിനിറ്റ് എടുക്കാം. ഓക്കെ, അങ്ങനെ 15 മിനിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ വിതൗട്ട് മച്ച് എഫേർട്ട്. ഓക്കെ, അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 30 സെക്കൻഡിൽ താഴെ മാത്രം വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അത് 30 സെക്കൻഡിൽ നിൽക്കുന്നില്ല, 30 സെക്കൻഡിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ആൻഡ് കം ബാക്ക് ലേറ്റർ. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷ് സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഏതാനും കാര്യങ്ങളുണ്ട്. ഓക്കെ, റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഏബിൾ ടു ഡു ഇറ്റ് വിത്തൗട്ട് റീഡിംഗ് ട്വൈസ്. ഓക്കെ, അപ്പം എക്സാം ടൈമിൽ 2 തവണ റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പാസേജസ് വായിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, ആദ്യം ചോദ്യങ്ങൾ വായിക്കുക, അതിനുശേഷം ഒറ്റ വായനയിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഉള്ള വായന നടത്തുക. ഓക്കെ, ഒരിക്കലും ഒരു ചോദ്യത്തിനും 2 മിനിറ്റിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു റീഡിംഗ് കോംപ്രഹെൻഷൻ ആൻഡ് പാരജമ്പിൾസ്. ഓക്കെ, ക്ലോസ് ടെസ്റ്റ് ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിന് 2 മിനിറ്റിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിട്ടുകളയാതിരിക്കുക. ഓക്കെ, കോണ്ടെക്സ്റ്റുവൽ മീനിങ് ഒക്കെ നോക്കി ആൻസേഴ്സിലോട്ട് എത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ ആ ഒരു ഏറ്റവും കാത്തിരുന്ന അല്ലെ ആ ഒരു 30 ഡേ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ ഈ 4 ആഴ്ച കൊണ്ട്, ഓക്കെ, 30 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് സെക്ഷൻ വെൻ ഇറ്റ് കംസ് ടു ടയർ 1 കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സ്മാർട്ടായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ആഴ്ച ഡേയ്സ് 1 to 7 വി ആർ ഗോയിങ് ടു ബിൽഡ് അവർ ഫൗണ്ടേഷൻ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ആദ്യത്തെ ഒരാഴ്ച എടുക്കുന്നത്. സോ അവിടെ നമ്മൾ ഗ്രാമർ റൂൾസ് പഠിക്കും, 20 വൊക്കാബുലറി വേർഡ്സ് പെർ ഡേ, ഓരോ ദിവസവും 20 വൊക്കാബുലറി വേർഡ്സ് പഠിക്കും. അതുപോലെ 10 മിനിറ്റ്
ടൈം വെച്ചുള്ള ഒരു ആർസി പാസേജും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പാസേജും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ ഓരോ ദിവസവും 10 ചോദ്യങ്ങൾ എന്നുള്ള രീതിക്ക് എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ഇതാണ് ഫസ്റ്റ് വീക്കില് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ വീക്കിലോട്ട് പോകുമ്പോൾ, അതായത് ഫ്രം ഡേയ്സ് 8 to 14 we are focusing on increasing or improving our speed and accuracy. ഓക്കെ, ഇപ്പൊ സ്പീഡും അക്യുറസിയും കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരാഴ്ച നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നമ്മൾ ക്ലോസ് ടെസ്റ്റ് ഡീൽ ചെയ്യുന്നതായിരിക്കും. 2 പാസേജസ് പെർ ഡേ എന്നുള്ള രീതിക്കാണ് ക്ലോസ് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ ഓരോ ദിവസവും 10 ഇഡിയംസ് എന്നുള്ള രീതിക്ക് നമ്മൾ അവിടെ പഠിച്ചെടുക്കും. അതേപോലെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ പഠിച്ചെടുത്ത ഇഡിയംസും നമ്മളിവിടെ റിവൈസ് ചെയ്യും. ഓക്കെ, അതുപോലെ ഗ്രാമർ മോക്ക്, ഓക്കെ, 12 മിനിറ്റിൽ 20 ചോദ്യങ്ങൾ വീതം എന്നുള്ള രീതിക്ക് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള, റൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യും. അതുപോലെ പാരജമ്പിൾസും ഇവിടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, ഒരു ദിവസം 5 സെറ്റ്സ് പാരജമ്പിൾസ് ആണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുവഴി നമുക്ക് സ്പീഡും അക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി തേർഡ് വീക്കിലോട്ട് പോകുന്ന സമയത്ത്, അതായത് ഫ്രം ഡേയ്സ് 15 to 21 മോക്ക് പ്ലസ് അനാലിസിസ് സെഗ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ഫുൾ ഇംഗ്ലീഷ് സെക്ഷൻ മോക്ക് ഡെയിലി നമ്മൾ ഈ ഡേ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഓരോ റോങ് ആൻസേഴ്സും നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ പഠിച്ചെടുത്ത റൂട്ട് വേർഡ്സും വൊക്കാബുലറി ലിസ്റ്റുകളും നമ്മൾ റിവൈസ് ചെയ്യുന്നു. അതുപോലെ എറർ സ്പോട്ടിംഗ് സ്പീഡ് ഡ്രില്ല് നമ്മൾ ഈ ഒരാഴ്ചയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. 8 മിനിറ്റിൽ എങ്ങനെ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കണം അവിടുത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വീക്ക് 4ലോട്ട് പോകുന്നു. അവിടെ 22 അല്ലെ, 22ാമത്തെ ദിവസം മുതൽ 30ാമത്തെ ദിവസം വരെയാണ്. സോ കൺസോളിഡേഷൻ, നമ്മൾ ഇത്രയും നാളും പഠിച്ചതിന്റെ ആ ഒരു കൺസോളിഡേഷൻ ആണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത്. സോ ഫുൾ ടാർ 1 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് 22ാമത്തെ ദിവസം മുതൽ 30ാം ദിവസം വരെ ടൈംഡ്, ഓക്കെ, ഫുൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം. അവിടെ നമ്മൾ പുതിയ കോണ്ടന്റ് ഒന്നും പഠിക്കുന്നില്ല, റിവിഷൻ മാത്രമാണ് നടത്തുന്നത്. ഓക്കെ, സോ ഈ 3 ആഴ്ചകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഏത് ടോപ്പിക്കിലാണ് നമ്മൾ വീക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലെ. അപ്പൊ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ റിവിഷൻ നടത്തും. അതുപോലെ ആ ഒരു ഫൈനൽ 200 വേർഡ് വൊക്കാബുലറി ഫ്ലാഷ് റിവിഷനും നമ്മൾ ഈ 4ാമത്തെ ആഴ്ചയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെക്ഷൻ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റൈറ്റ്. Now we are going to speak about best resources and books for SSC CGL English. Okay, അപ്പം ഇവിടെ ഞാൻ ഏതാനും റിസോഴ്സസും ബുക്സും പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോണിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബുക്സും ഏത് ഓൺലൈൻ റിസോഴ്സും സ്വീകരിക്കാവുന്നതാണ്. ഈ ബുക്സിന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ആണ് വരുന്നത്. ഒന്ന് പ്ലിൻ ടു പാരമൗണ്ട് ആണ്, നീതു സിംഗിന്റെ. അതില് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് അവർ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന SP ബക്ഷിയുടെ ഒരു ബുക്കുണ്ട്. വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന നോർമൻ ലൂയിസിന്റെ ആ ഒരു റൂട്ട് വേർഡ്സ് ഒക്കെ പഠിച്ചെടുക്കാനായിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറയുന്നത്. അതുപോലെ എറർ കറക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന AK സിംഗിന്റെ മിറർ ഓഫ് കോമൺ എറേഴ്സ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ഓക്കെ, അതുപോലെ എറർ കറക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന AK സിംഗിന്റെ മിറർ ഓഫ് കോമൺ എറേഴ്സ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 ബുക്സും ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ ആസ്പെക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ ഓൺലൈൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ തന്നെ അല്ലെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് SSC സ്പെസിഫിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോസും വൊക്കാബുലറിസും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു. അതുപോലെ റെനൻ മാർട്ടിന്റെ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള റെഫറൻസ് ബുക്ക് വരുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സിന്റെ
ഓക്കെ, പേപ്പേഴ്സ് നമുക്ക് നോക്കുവാണെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 2016 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസോഴ്സ് ഫോർ യുവർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. മിനിമം കഴിഞ്ഞ 5 വർഷത്തെ ലൈക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവണം ബിഫോർ അറ്റൻഡിങ് ദ എക്സാം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ആ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്കോറിംഗ് സ്ട്രാറ്റജി ഒന്ന് നോക്കാം. ഓക്കെ, 50 മാർക്കിൽ എങ്ങനെ നമുക്ക് 45 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷനിൽ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു അല്ലെ. ഇപ്പം മിക്കവാറും ഈസി ടു മോഡറേറ്റ് ഓർ മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക, പാസേജ് ആയിരിക്കും വരിക. സോ അതിൽ നമുക്ക് 5 സ്കോർ ചെയ്യാനായിട്ട് പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, അതുപോലെ ക്ലോസ് ടെസ്റ്റിലും 5 ചോദ്യങ്ങൾ വരും അല്ലെ, മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും. അവിടെ നമുക്ക് 4 മുതൽ 5 വരെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എറർ സ്പോട്ടിങ്ങിലും 5 ചോദ്യങ്ങൾ വരും. സോ അത് മീഡിയം ടു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5ൽ 4 സ്കോർ ചെയ്യാനായിട്ട് പറ്റിയാൽ ഇറ്റ് ഇസ് ഗുഡ്. ഓക്കെ, അതുപോലെ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈസി ടു മീഡിയം ലെവൽ ആയിരിക്കും ഡിഫിക്കൽട്ടി. സോ അതിലും 4 മുതൽ 5 വരെ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ കൃത്യമാക്കുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു സ്കോർ 4 to 5 അല്ലെ. ഇഡിയംസ് ആൻഡ് ഫ്രേസസും പാരജബിൾസും കൂടെ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. മീഡിയം ടു ഹാർഡ് ലെവൽ ആയിരിക്കും. അവിടെ 3 to 4 എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയാൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ടോട്ടൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 25 ചോദ്യങ്ങളിൽ മിനിമം 20 മുതൽ 24 ചോദ്യങ്ങളെങ്കിലും ശരിയാക്കുക എന്നുള്ളതാണ്. അതുവഴി 40 മുതൽ 48 മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 40 to 48 മാർക്സ് ഇംഗ്ലീഷ് സെക്ഷനിൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് നോട്ട് അബൌട്ട് ടാലന്റ്. ഓക്കെ, ഇറ്റ് ഇസ് അബൌട്ട് പാറ്റേൺ റെക്കഗ്നിഷൻ. ഓക്കെ, SSCയുടെ ആ ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, SSC ഇംഗ്ലീഷിൽ കൊണ്ടുവരുന്ന ആ ഒരു പാറ്റേൺ എന്താണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങളുടെ പാറ്റേൺസ് എന്തായിരുന്നു, അത് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ us to like score 45+ in English. Okay, so learn the patterns and score big. That is it. Okay, right. അപ്പം യു ഹാവ് ഗോട്ട് ദിസ്. ഓക്കെ, ഇപ്പം SSC CGL Tier 1 ഇംഗ്ലീഷ് എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം അല്ലെ, എങ്ങനെയാണ് അതിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ, എന്ത് സ്മാർട്ട് സ്ട്രാറ്റജിയാണ് നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടത്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ റീഡ് ഡെയിലി, പ്രാക്ടീസ് ഗ്രാമർ, attempt mocks, revise vocabulary and aim 45+. ഓക്കെ, സോ ഇതിന് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ഹാപ്പി ലേണിംഗ് അക്കാഡമി എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഇംഗ്ലീഷ് സെക്ഷൻ ഈസി PC ആക്കുന്നതിനായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് കൺസിസ്റ്റൻസി ആൻഡ് സ്മാർട്ട് സ്ട്രാറ്റജി വിൻസ് you success. Okay, SSC CGL selection is sure shot when you have consistency and smart strategy. Okay, best of luck for your SSC CGL 2026 examination. വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇൻഫോർമേറ്റീവ് ആണ്, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ CGL പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് ഷെയർ ആൻഡ് ലേൺ ടുഗെദർ. Okay, so thank you so much for your patient listening. Happy learning.